ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, പാപത്തിൻ്റെ ഫലമായി ആത്മമരണം സംഭവിച്ച മനുഷ്യൻ്റെ വീണ്ടും ജനനത്തിന് ദൈവം ഒരു വഴിയേ തന്നിട്ടുള്ളൂ. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ആ സുവിശേഷം കേൾക്കുക, വിശ്വസിക്കുക, അനുസരിക്കുക, രക്ഷയെ അവകാശമാക്കുക. ഇതല്ലാതെ വേറൊരു വഴിയുമില്ല. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് ജനിച്ച് ജീവിച്ച ഏതൊരു മനുഷ്യനും ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ അന്ത്യന്യായവിധിയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ ദൈവമൊരുക്കിയ രക്ഷാപദ്ധതിയിൽ വിശ്വസിക്കുകയല്ലാതെ വേറെ വഴിയില്ല. പാരമ്പര്യം രക്ഷയ്ക്ക് ഒരു ഘടകമല്ലേ അല്ല എന്ന് വചനം ആവർത്തിച്ചുറപ്പിക്കുന്നു. ഈ സുവിശേഷം അനേകർ ഓടി നടന്ന് ലജ്ജിക്കാതെ ഉച്ചത്തിൽ വിളിച്ചറിയിക്കുന്നത് ഇതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ്. സുവിശേഷം പറയുന്നവരോട് ഈർഷ്യ തോന്നുന്നവരുണ്ട്. എന്നാൽ മോട്ടിവേഷൻ സ്പീച്ച് കേട്ടാൽ നാം നിർത്താതെ കൈയടിക്കും. ഈ ഭൂമിയിലെ ആയുസ് തീരുമ്പോൾ ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് അങ്ങനെയുള്ളവർ പ്രചോദനം തരുമ്പോൾ നാം ആവേശഭരിതരാകുന്നു. എന്നാൽ മരണം കൊണ്ട് അവസാനിക്കാത്ത നിത്യതയോളം നീളുന്ന ജീവിതം ക്രമപ്പെടുത്തേണ്ടതിനെക്കുറിച്ചുള്ള സുവിശേഷം നമ്മെ സ്പർശിക്കുന്നതേയില്ല. ആത്മരക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം കേൾക്കുന്നത് തന്നെ പലപ്പോഴും അരോചകമായി തോന്നുന്നു. പക്ഷേ പ്രിയമുള്ളവരെ, ഒന്നുണ്ട്: നമുക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സുവിശേഷം സത്യമാണ്. അത് കേട്ട് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നതാണ് ഏതു മനുഷ്യനും സ്വന്തം ആയുസ്സിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും അഭികാമ്യമായ കാര്യം. ഒരു രോഗി തൻ്റെ രോഗാവസ്ഥ തിരിച്ചറിഞ്ഞ് തനിക്കൊരു ചികിത്സ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി അതിന് തയ്യാറാകാതെ എങ്ങനെ ഒരു ഡോക്ടറെ സമീപിച്ച് ചികിത്സയ്ക്ക് വിധേയനാകുവാൻ കഴിയും? അതുപോലെയാണ് സ്വന്തം പാപാവസ്ഥയും അതിൻ്റെ അതിഭീകരമായ അനന്തരഫലങ്ങളും തിരിച്ചറിയാതെ പോകുന്ന ഏതൊരു വ്യക്തിയും. ദൈവവചനം നമ്മെ എങ്ങനെ ഓർമ്മിപ്പിക്കുന്നു? ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എന്നാൽ ദൈവകൃപയാൽ ക്രിസ്തുയേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ വിശ്വസിക്കുന്നവർ നീതീകരിക്കപ്പെടുന്നത്. എബ്രായ ലേഖനത്തിൽ പറയും പോലെ, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 3 മുതൽ 4 വരെ വാക്യങ്ങൾ വിശുദ്ധ പൗലോസ് ഇങ്ങനെ വ്യക്തമാക്കുന്നു: എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. പിശാച് നിങ്ങളുടെ മനസ്സ് കുരുടാക്കാതിരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവരോട് പറഞ്ഞത്: നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, രക്ഷയ്ക്കായുള്ള ഈ സുവിശേഷം ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവവചനം ഗൗരവത്തോടെ കൈക്കൊള്ളുക. അവ പൂർണ്ണമായും വിശ്വസിച്ച് അനുസരിക്കുക. ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവരക്ഷ ഉറപ്പാക്കുക. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ.